വിഷമാവസ്ഥയോടെയാണ് പോണ്. ഒരു പ്രതിസന്ധി ഘട്ടെന്ന് പറയും. എന്റെ ലൈഫിനടക്കം ത്രെറ്റ് ഉണ്ട്. എന്റെ ലൈഫിന് ത്രെറ്റ് മാത്രമല്ല, എന്റെ ഫാമിലിയിലത്തെ ആൾക്കാർക്കടക്കം ലൈഫിന് ത്രെറ്റ് ഉണ്ട്. എന്നിട്ടും പറയുന്നത് എന്താ വെച്ചാൽ ഇനിയും ഇങ്ങനത്തെ ഒരു ഇതിലൂടെ ആൾക്കാർ കടന്നു പോകരുത് എന്ന് വെച്ചിട്ടാണ് പറയണേ. അതുപോലും മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും കുറ്റം പറയാച്ചാൽ നിങ്ങൾ കുറ്റം പറയാ. എനിക്ക് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഇന്നെ ഇതിയാക്കാൻ നോക്കണ്ട. ഇപ്പോ 10 പേരെ സപ്പോർട്ട് ചെയ്യണ വെച്ചാൽ 10 പേര് സപ്പോർട്ട്, 5 പേരെ സപ്പോർട്ട് ചെയ്യണ വെച്ചാൽ 5 പേര് സപ്പോർട്ട്. അല്ലെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ FB ഉള്ള കാലത്തോളം ഞാൻ ഈ FB ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുന്ന കാലത്തോളം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇതിൽ 5 ദിവസം വഴുകി 4 ദിവസം വഴുകി ഇതൊക്കെ ആരാ പറയണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിനെക്കാണ്ടും കോമഡി തോന്നാൻ. ഇത്ര കാലം ഒന്നും ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇന്ന കുറ്റം പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കമ്പാരിസൺ നടത്തണം. ഇതൊക്കെ എന്ത് കമ്പാരിസനാണ്? ഓക്കെ, ന്യായം പുറത്തു വരുന്നു, നീതി പുറത്തു വരുന്നു എന്ന് ഒരു വ്യക്തിമ വേറെ വ്യക്തിമിനെ കാണുമ്പോൾ സന്തോഷമാണ് വരേണ്ടത്. എനിക്ക് മെസ്സേജ് ചെയ്ത പല വിക്ടിംസ് ഉണ്ട്. 45 വർഷമായിട്ടും 16 വർഷമായിട്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പുറത്ത് കിടക്കാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ട് മെസ്സേജ് ചെയ്യണം. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം വരുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ജയിച്ചു വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി നിങ്ങളെ കൂടെ കിട്ടണം, ഞങ്ങൾക്കുള്ള ഇൻസ്പിറേഷനാന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലാണ്ട് ജീവൻ കളഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എനിക്കിതൊന്നും കിട്ടാൻ പോകുന്നില്ല. നമസ്കാരം. എല്ലാവരുടെയും ഒരു സംശയമാണ്, എലിസബത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ എന്നുള്ള ചോദ്യം. എന്നാൽ അതിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്. താൻ ഇതിനെക്കുറിച്ച് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ കാര്യങ്ങളൊന്നും സമൂഹം അറിയാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ പറയേണ്ടതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കേസ് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കേസിലേക്ക് പോവുകയുള്ളൂ എന്നാണ് എലിസബത്ത് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. നേരത്തെ ഇവർക്കെതിരെ കേസ് കൊടുത്ത ആളുകളുടെ കാര്യം എന്തായി? അതിനൊന്നും നീതി കിട്ടുന്നില്ല. കാരണം അത്രയും മണി പവറും അത്രയും പവറുണ്ട് ഇവരുടെ കയ്യിൽ. സ്വാഭാവികമായിട്ടും നീതി കിട്ടില്ല എന്ന് ഉറപ്പുമായിട്ടുള്ള ഒരു കേസാണ്. അവർക്ക് പറയാനുള്ളത് അവർ പറയുകയാണ്. അവരുടെ പോലെ മറ്റൊരു സ്ത്രീയും ഇനി അനുഭവിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ എലിസബത്തിനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം പറയുന്നത്, എലിസബത്തിൻ്റെ കൂടെ നമ്മളെല്ലാം വിചാരിച്ചത് അമൃത സുരേഷും അഭിരാമിയും ഒക്കെ കൂട്ടിനുണ്ട് എന്നാണ്. എന്നാൽ ആ തെറ്റിദ്ധാരണകളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് എലിസബത്ത് പറയുകയാണ്, അവരെ എനിക്ക് വിശ്വാസമില്ല എന്ന്. കാരണം അവരെന്നോട് ചതി ചെയ്തു എന്നാണ്. കാരണം അവർ ചെയ്ത ചതി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ച് ആൾക്കാർ വിളിക്കണു, ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയണു. ഞാൻ ഡിപ്രഷൻ്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ്. നമ്മൾ ICUവിൽ എടുക്കണു. അത് കഴിഞ്ഞ് അപ്പോഴും കണ്ടിന്യൂസ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി കേസ് കൊടുക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ്, എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ. അപ്പോൾ പാരൻസ് അപ്പോൾ വരുന്നുള്ളൂ. എനിക്കവിടെ ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ഓൾറെഡി എല്ലാവരും PG ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ഹെക്ടിക് ഷെഡ്യൂളാണ്. 36 മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിങ് വരുന്നത്. അപ്പോൾ പാരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ തീരുമാനം ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ്സാണ് ഇതിൽ. അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത്, എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല. അന്ന് എനിക്ക് പേടിയായിരുന്നു. ആൾക്കാരുടെ മുമ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു. ആൾക്കാർ ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ അവർ ഒരു മീഡിയയിൽ വഴി എല്ലാവരും പറഞ്ഞു. മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്നിട്ട് ഓഡിയോ റെക്കോർഡിങ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവൻ്റെയൊക്കെയാണോ വിശ്വസിക്കേണ്ടത്? പിന്നെന്ന് നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പിന്നെന്ന് കുത്തിയ ആൾക്കാരിനെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനൊന്നല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് നല്ല ഇതിലുള്ള ആൾക്കാരാണ്. എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തികെട്ട രീതിയിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ ആരിനെയാണ് കുറ്റക്കാരായിട്ട് കാണേണ്ടത്? ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഈ രണ്ട് ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചോളം. അതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം, ഗിൽറ്റി ഫീലിങ്ങും, ഇവരും ഇത്ര കാലം അനുഭവിച്ചില്ല, ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ അനുഭവിച്ചില്ലേ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വായ മൂടുന്ന നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഇത് ഇപ്പൊ പറയണേ. പക്ഷെ കേട്ടിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയ്ക്കും മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, എനിക്ക് ഒരു പാർട്ടിക്കാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല, പോലീസുകാരുടെ ഇൻഫ്ലുവൻസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ പോരാടിനെ. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ നാട്ടുകാരുണ്ട്, FBയിൽ കാണുന്ന ആൾക്കാർ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജെന്യുവൻലി കെയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അത്ര ആൾക്കാർ മതി. എനിക്ക് വേറെ വലിയ കാശിൻ്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെയോ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട. സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ഈ പറഞ്ഞപ്പോഴൊക്കെ.
ഞങ്ങൾ സഹായിക്കാൻ പോയി, എന്നിട്ട് സഹായം സ്വീകരിച്ചില്ല. ഇങ്ങനെ പിന്നെന്ന് കുത്തിയിട്ടാണോ സഹായിക്കണേ? അതൊക്കെ ഏറ്റുപിടിച്ചിട്ട് എന്നോട് വീണ്ടും വീണ്ടും ഈ 4-5 ദിവസമായിട്ട് എന്നോട് കുറെ ആൾക്കാരെ ചോദിക്കണം എന്താണ് അവരുടെ കൂടെ പോയിട്ട് കേസ് കൊടുക്കാത്തത്. കുറച്ച് കഴിഞ്ഞ് എന്റെ പിന്നിൽ പോയിട്ട് കുത്തുന്ന ആർക്ക്, ഇവരെന്നെ കുത്തുന്ന ആർക്കാ അറിയാത്തത്? ഞാൻ ഒരു വർഷം ഇത് അനുഭവിച്ചതാ. ഇതിന്റെ ഏറ്റവും ലോ സ്റ്റേജിൽ ഞാൻ ഒരിക്കലും പുറത്ത് ഇപ്പൊ എനിക്ക് പറയാൻ പേടിയില്ലാത്ത ഇത്രയ്ക്കും നാണം കെടുത്തിട്ട് അത് ഞാൻ ഏറ്റവും ലോ സ്റ്റേജിൽ ഇതൊക്കെ ലോകം അറിഞ്ഞതാണ്. അതിന്റെ വായനല്ലാന്ന് മാത്രം, ഇന്റെ സമ്പർക്കം കൂടാതെ. ഇപ്പോഴും പറയണു, ഞാൻ ഇന്റെ രീതിയിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും. അതിൽ എനിക്ക് ചാവാനും പേടിയില്ല, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനും പേടിയില്ല. വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിച്ചാൽ മതി, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട്. സത്യത്തിൽ ഇവിടെ എലിസബത്ത് പറയുന്നത് ബാലയുടെ മുൻഭാര്യയായിട്ടുള്ള അമൃത എലിസബത്തിനെ ചതിച്ചു എന്നാണ്. അമൃതയോട് എലിസബത്ത് വളരെ സീക്രട്ടായി പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് പബ്ലിക്കായിട്ട് പുറത്തുവിടുകയും ചെയ്തു, എലിസബത്തിൻ്റെ സമ്മതം പോലും ഇല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലേക്ക് എലിസബത്തിനെ വലിച്ചിടുന്നത്. എലിസബത്തിനെ മനഃപൂർവ്വം ആര് വലിച്ചിടുകയായിരുന്നു എന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത്. ആ സമയത്ത് വളരെ വീക്കായി ജീവിക്കുകയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ICUയിലായിരുന്നു. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പോലും ഗൗനിക്കാതെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എലിസബത്തിനെ ഉപയോഗിച്ചിരുന്നത്. സോ അവരും ഇവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അഭിരാമി സുരേഷിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ എലിസബത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിരാമി പറയുന്നുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഇതുപോലൊരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരത്തിന് എതിരെയായിട്ടാണ് ഇപ്പോൾ എലിസബത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. എലിസബത്തിന് പറയാനുള്ളതെല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എലിസബത്ത് പറയുകയാണ്, എനിക്ക് സെലിബ്രിറ്റികളുടെ ഒന്നും സപ്പോർട്ട് വേണ്ട, സാധാരണക്കാരായ കുറച്ച് ജെന്യൂണായ ചില ആളുകളുടെ സപ്പോർട്ടുണ്ട്, അത് മതി എന്നാണ്. അമൃതയെയോ അഭിരാമിയെയോ വിശ്വസിക്കുന്നില്ല, കാരണം അവരുടെ വിശ്വസിച്ചാൽ അവർ പിന്നിൽ നിന്ന് കുത്തും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്, എനിക്ക് ഒരു അനുഭവം ഉണ്ടായതാണ് എന്നാണ്. മാത്രമല്ല, ഇത്രയും ഡിപ്രഷൻ സ്റ്റേജിലുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അവർ പെരുമാറിയത് വളരെ മോശമായ കാര്യമാണ്. എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതൊരു മോശമായ കാര്യമാണ്, ആ ആളുടെ സമ്മതം പോലും ഇല്ലാതെ. അപ്പോൾ എലിസബത്ത് അവരെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് തുറന്നു പറയുന്നത്. ഇതെല്ലാം കേട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള യാത്രയിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. താങ്ക്